രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനിയും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. അവസാനവട്ട കൂട്ടലിലും കിഴിക്കലിലുമാണ് സംസ്ഥാനത്തും മുന്നണികൾ ഉള്ളത്. ശാലിനി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇനിയൊരു 24 മണിക്കൂർ അങ്ങനെ നമ്മൾ കൃത്യമായി സമയം നോക്കി പറയാം, ക്ലോക്ക് നോക്കി പറയുകയാണെങ്കിൽ ആ ഒരു കാത്തിരിപ്പിലാണ്. ജിഷ്ണു പറഞ്ഞതുപോലെയാണ്, ഒരുപക്ഷെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ എക്സിറ്റ് പോൾ, ശനിയാഴ്ച പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലോ ആത്മവിശ്വാസത്തിലോ ഒക്കെയാണ്. സുസ്ഥിരതയാർന്ന അഴിമതി രഹിതമായ ഒരു സർക്കാർ വരേണ്ടത് രാജ്യത്തിൻ്റെ ഇനിയും മുന്നോട്ടുള്ള വികസനത്തിന് അത്യാവശ്യവുമാണ്. എന്തായാലും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ് നമുക്ക് അളക്കാൻ സാധിക്കുന്നത് ശാലിനി? ഒപ്പം തന്നെ ഇന്ന് 12:30 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. നാളത്തേക്കുള്ള ക്രമീകരണങ്ങളൊക്കെ വ്യക്തമാക്കും. എന്തായാലും ഈ ഒരുക്കങ്ങൾ, വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെയും എങ്ങനെയാണ്? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്, നമസ്തേ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആവേശം ഒട്ടും ചോർന്നിട്ടില്ല ഈ അവസാന മണിക്കൂറിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ശനിയാഴ്ചയോട് കൂടി വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ 5-ലധികം എക്സിറ്റ് പോളുകളാണ് വന്നത്. അതിലെല്ലാം തന്നെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ അടക്കമുള്ള 1 മുതൽ 3, 4 വരെ സീറ്റുകൾ NDA നേടുമെന്നുള്ള ആത്മവിശ്വാസം ആ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളിലും പ്രകടമാണ്. ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഫലപ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് സംസ്ഥാനത്ത് വിവിധ മുന്നണികളുള്ളത്. പക്ഷേ അതിൽ ചില ക്ഷീണങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് CPM-നാണ് എന്നുള്ളതാണ്. കാരണം സംപൂജിരാകും CPM എന്നുള്ളതാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിട്ടുള്ളത്. അത് CPM ക്യാമ്പുകളെയും പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്നൊരു പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കണ്ടതാണ് ഇന്ത്യ മുന്നണിയിലെ കലഹങ്ങളും പോരുകളും ഒക്കെ തന്നെ. കേരളത്തിന് അകത്ത് അവർ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ തല്ലുന്നു. പുറത്ത് പക്ഷേ വാളയാർ അതിർത്തി കഴിഞ്ഞാൽ അവർ ഭായി ആകുന്ന സാഹചര്യം, അത് നിലനിൽക്കുമോ എന്നുള്ളതടക്കം കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന രാജ്യത്തെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മാറിവാനീസ് കോമ്പൗണ്ടിന് സമീപത്താണ്. ഇവിടെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണാൻ പോകുന്നത്. സ്ട്രോങ് റൂമുകൾ ഇവിടെയാണ് ഉള്ളത്. കഴിഞ്ഞ 1 മാസത്തോളമായി സ്ട്രോങ് റൂമിന് പൂർണ്ണമായും കാവലിലാണ് പോലീസ് ഉള്ളത്. പോലീസിന്റെ ബന്ദോബസ്തിൽ ഏകദേശം 16 സെന്ററുകളാണ് തിരുവനന്തപുരം മാറിവാനീസ് ക്യാമ്പസിനകത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. 11 കോമ്പൗണ്ടുകളിലായി, അതായത് മാറിവാനീസിന്റെ കോമ്പൗണ്ടിലായി 16 സെന്ററുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പരിധിയിൽ വരും. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിൽ 7 നിയോജക മണ്ഡലങ്ങളും, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടെ 14 നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് വോട്ടായി പെട്ടിയിലായി ഇവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ളത്. നാളെ 7 മണി കഴിയുന്നതോടുകൂടി സ്ട്രോങ് റൂമുകൾ സുരക്ഷാ ജീവനക്കാരും ഒപ്പം തന്നെ ജില്ലാ വരണാധികാരിയുമായിട്ടുള്ള ജെറോമിക് ജോർജ്, ജില്ലാ കളക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുറക്കും. അതിനുശേഷം വോട്ടുകളെല്ലാം അല്ലെങ്കിൽ EVM മെഷീനുകളും പോസ്റ്റൽ വോട്ടുകളും അടങ്ങുന്ന പെട്ടികളെല്ലാം തന്നെ ഈ ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അതിനായി സജ്ജീകരിച്ചിട്ടുള്ള ടേബിളുകളിലേക്ക് എത്തും. ഒരുപക്ഷെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ, 8 മണിക്ക് ശേഷം ആദ്യ സൂചനകൾ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജ്യം കാത്തിരുന്ന ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ അവസാന ഘട്ടത്തിലും മുന്നണികൾ കണക്കുകൂട്ടലുകളിലും ഒപ്പം തന്നെ കൂട്ടലും കിഴിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 20 ലോക്സഭാ മണ്ഡലത്തിലും ആരൊക്കെ എവിടൊക്കെ വാഴും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ഏറ്റവും അലയടിച്ചൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളതാണ്. കാരണം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന അഴിമതികൾ, കെടുകാര്യസ്ഥതകൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ നൽകാതെയുള്ള സർക്കാരിന്റെ പൊതുജനങ്ങളോടുള്ള അവഗണന, സാധാരണക്കാരോട് പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വാങ്ങുന്നവരോടുള്ള അവഗണന, അങ്ങനെ ഒരു ഡസനിലടക്കം വിമർശനങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളും സർക്കാരിനെതിരെ തുടരുന്ന സാഹചര്യം. അതിനിടയിൽ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയൊടിച്ച തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും ഒപ്പം തന്നെ ഓരോ രീതിയിലുള്ള തമ്മിത്തല്ലുകളും കൃത്യമായി പുറത്തു വന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3 തവണ വിജയം നേടി 4ാം അംഗത്തിനായി ഇറങ്ങിയ സ്ഥാനാർത്ഥി ശശി തരൂർ നിലവിലെ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം അടക്കം പല മേഖലകളിലും ചെല്ലുമ്പോൾ വിമർശനങ്ങളും ഒപ്പം തന്നെ ഷോളുകൾ എറിഞ്ഞും പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നടത്തിയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. മാർച്ച് 4-ാം തീയതിയോടുകൂടി തിരുവനന്തപുരം
തിരുവനന്തപുരത്തേക്ക് എത്തിയ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നഗരത്തെ ഒരു ഹൈടെക് സിറ്റിയാക്കി മാറ്റണമെന്നുള്ള പ്രഖ്യാപനത്തോടെ ഒരു വികസന രേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വന്നത്. പക്ഷേ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് NDA നേതൃത്വം നൽകിയതും ഇക്കുറിയാണ് എന്നുള്ളതാണ്. അത്രയധികം ആളുകൾ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു വികസന രേഖ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുകയും ചെയ്തത്. അതടക്കം ജനം ഏറ്റെടുത്തിട്ടുണ്ട്. മിനിമം നമ്മൾ തലസ്ഥാന നഗരം അർഹിക്കുന്ന ഒരു വികസനം ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ടായിരിക്കണമല്ലോ അല്ലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇനി കാര്യം നടക്കും എന്നുള്ളതാണ് ആയിരുന്നല്ലോ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലം അത് അംഗീകരിച്ചു, ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാഗ്ദാനം വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ശാലിനി പറഞ്ഞുള്ള ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം LDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന അതാണ്. 2019 കനൽ ഒരു തരി മാത്രം ബാക്കി വെച്ചത് നമുക്കറിയാം. ശബരിമല യുവതീ പ്രവേശന വിഷയം ഉൾപ്പെടെയുള്ളതാണെങ്കിൽ ആ കനൽ കൂടി ഒരു പക്ഷേ നഷ്ടമാകും എന്നുള്ളൊരു പ്രതീതി കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് തരുന്നുണ്ടല്ലോ. ലക്ഷ്മി, അത് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ഇനി കാര്യം നടക്കുമെന്നുള്ള ടാഗ് ലൈനിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. 55 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹം തലസ്ഥാനത്ത് നടത്തുകയും ചെയ്തു. ഓരോ മുക്കിലും മൂലയിലും എന്തൊക്കെ ചെയ്യാം, ഏത് തരത്തിലുള്ള വികസനമാണ് തിരുവനന്തപുരത്ത് വേണ്ടത് എന്നുള്ള കരുതൽ അത് അദ്ദേഹത്തിന്റെ വികസന രേഖയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വേനൽ മഴയിൽ തലസ്ഥാന നഗരം വെള്ളക്കെട്ടിൽ മുങ്ങുമ്പോൾ 200 കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയും അത് കേരളത്തിലേക്കും തലസ്ഥാന നഗരത്തിലേക്കും എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുന്നത്. എന്തായാലും ഒരു മാറ്റം തലസ്ഥാനത്തെ പ്രവർത്തകർ പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എക്സിറ്റ് പോളുകളിൽ വലിയ രീതിയിലുള്ള ആവേശം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ എക്സിറ്റ് പോളുകളിലും 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ ആ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അടക്കം എത്തി പറഞ്ഞ 2 അക്കം തൊടും ഇത്തവണ NDA പ്രതിനിധികൾ ലോക്സഭയിലേക്ക് എന്നുള്ളത് ആ ഒരു ആവേശം കൂടി NDA ക്യാമ്പുകൾക്കുണ്ട്. എന്തായാലും എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു കനൽ ഒരു തരി മതി എന്നുള്ള LDFന്റെ ആപ്തവാക്യം, ആ ഒരു കനൽ കെടുമോ എന്നുള്ളത് കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ CPI സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ സീനിയർ നേതാക്കന്മാരൊന്നും ഇവിടെ മത്സര രംഗത്തേക്കോ പ്രചാരണ രംഗത്തേക്കോ ഇറങ്ങിയില്ല എന്നുള്ള വിമർശനം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ, LDFന്റെ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ സൂചനകൾ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് തലസ്ഥാന നഗരം. അതേസമയം തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ശക്തമായ ഒരു ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. ഒരു സ്റ്റാർ മണ്ഡലമായി തന്നെയാണ് തുടക്കം മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ചർച്ചയായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി NDA സ്ഥാനാർത്ഥിയായി V മുരളീധരൻ എത്തി. തൊട്ടു പിന്നാലെ സിറ്റിംഗ് MP അടൂർ പ്രകാശ് അവിടെ വീണ്ടും ജനുവരി തേടുന്നു. തൊട്ടു പിന്നാലെ ഒരു MLA കൂടിയായിട്ടുള്ള ജോയ് അവിടെ മത്സര രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഇതൊക്കെ അലയൊടിക്കുന്ന സമയം തന്നെയാണ് ആറ്റിങ്ങലും അത്തരത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുള്ളത്. അവിടെയും എക്സിറ്റ് പോളുകളിൽ NDAക്ക് കുറച്ച് മുൻതൂക്കമുണ്ട്. NDA വിജയിക്കുമെന്നുള്ള എക്സിറ്റ് പോളുകൾ വരുന്നത് NDA ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആവേശമുണ്ട്. സിറ്റിംഗ് MPയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഭരണവിരുദ്ധ വികാരം V ജോയിയിൽ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കാത്തിരിക്കുകയാണ് മുന്നണികളെല്ലാം. ആത്മവിശ്വാസം ഒട്ടും NDA ക്യാമ്പുകൾക്ക് ചോരുന്നില്ല. അതേസമയം തന്നെ LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭൂജിരാകുമെന്നുള്ള പല എക്സിറ്റ് പോളുകളും വന്നതോടുകൂടി വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ കഴിഞ്ഞ ദിവസം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനടക്കം പ്രതികരിച്ചത് എക്സിറ്റ് പോളുകളിലൊന്നും തങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം. നാളെ 7 മണിക്ക് ശേഷം നടപടികൾ ആരംഭിക്കും. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. ഒരു 8:30-9 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ നമുക്ക് തൊട്ടു പിന്നിൽ കാണുന്ന മാറിവാ ന്യൂസിൽ നിന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ലക്ഷ്മി, ശരി ശാലിനി, വലിയ കാത്തിരിപ്പിൽ തന്നെയാണ് സംസ്ഥാനം.
കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ കൂടി ചേരുന്നുണ്ട്. ആനന്ദ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉയർത്തിവിട്ട ഓളം അടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് വിശദമായ വിലയിരുത്തലുകൾ മറ്റു രണ്ടുപേരും നടത്തുകയായിരുന്നു. ആനന്ദ് കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. എന്തായാലും വടക്കൻ കേരളത്തിൽ നിന്ന് മലബാർ മേഖലയിൽ നിന്നുള്ള പൊതുവിലുള്ള ആ ഒരു രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ നോക്കിക്കാണലുകൾ, വിലയിരുത്തലുകൾ എങ്ങനെയാണ് ആനന്ദ്? പൊതുവിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ക്യാമ്പ് എന്നുള്ളത്. കാരണം മലയാളികൾ ഇത്തവണ നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കുകയുണ്ടായല്ലോ. എങ്ങനെ നോക്കി കാണാം? തീർച്ചയായും ലക്ഷ്മി, ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഈ മലബാറിലെ NDA ക്യാമ്പ് വളരെ ആവേശത്തിലാണ്. ഓരോ ബൂത്ത് കമ്മിറ്റികളും ആ ഒരു ആവേശം പങ്കുവെക്കുന്ന ആ ഒരു കാഴ്ചയും പൊതുവെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ജനൻ TVയോട് വ്യക്തമാക്കിയത് ഈ എക്സിറ്റ് പോളുകളെ മറികടക്കുന്ന ഒരു വിജയം തന്നെയായിരിക്കും രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും. അതായത് നിലവിൽ വന്ന എക്സിറ്റ് പോളുകൾക്ക് കൂടുതൽ സീറ്റുകൾ BJPക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് സുരേന്ദ്രൻ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, ഇന്ത്യ ടുഡേ ആക്സിസ് അടക്കമുള്ള സർവേകൾ 1 മുതൽ 3 സീറ്റ് വരെയാണ് പ്രവചിച്ചിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന തലത്തിലേക്ക് BJPയുടെ കേരളത്തിലെ പ്രകടനം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് K സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ജനൻ TVയോട് പങ്കുവച്ചത്. മാത്രമല്ല, ഈ പരമ്പരാഗതമായി ഇടത് വലത് മുന്നണികളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയർ ഇത്തവണ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്തതെന്നുള്ള ഒരു കാര്യം കൂടി സുരേന്ദ്രൻ ഇന്നലെ സൂചിപ്പിച്ചു. മാത്രമല്ല, BJP ഈ എക്സിറ്റ് പോളുകളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. നേതാക്കന്മാരടക്കം അതിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അഭിപ്രായം പുറത്തു പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീ വോട്ടർമാരിലടക്കം കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മലബാറിലെ NDA ക്യാമ്പ്. മാത്രമല്ല, ഈ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ആ തലത്തിലേക്ക് അടിത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, അതെല്ലാം വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പും പൊതുവെ NDA ക്യാമ്പിനുണ്ട്. മലബാറിലെ മിക്ക കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് BJP കാഴ്ചവെച്ചിരിക്കുന്നത്. പാലക്കാടാവട്ടെ, അത് കോഴിക്കോടാവട്ടെ, കണ്ണൂരാവട്ടെ, വയനാടാവട്ടെ, എല്ലാ മണ്ഡലങ്ങളിലും ആ തലത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ BJPക്ക് ആയിട്ടുണ്ട്. തീർച്ചയായും മലബാറിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് BJPയുടെ ഓരോ ജില്ലാ കമ്മിറ്റികളിലും ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിൽ അപാരമായിട്ടുള്ള ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇനി വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ വെള്ളിമാട് കുന്ന് JDT കേന്ദ്രത്തിലായിരിക്കും ഈ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾ ഇന്നലെ തന്നെ കളക്ടർ നേരിട്ട് വന്ന് നടത്തിയിരുന്നു. മാത്രമല്ല, ഈ കോഴിക്കോട് വടകര മണ്ഡലങ്ങൾക്കായി 3 നിരീക്ഷകരെയാണ് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ തിരുവമ്പാടി മണ്ഡലത്തിൽ ഒരു നിരീക്ഷകനെയും, അതായത് ഈ തിരുവമ്പാടി മണ്ഡലം, കോഴിക്കോട് തിരുവമ്പാടി നിയോജക മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. മറ്റ് 7 നിയോജക മണ്ഡലങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെയും 5 നിയോജക മണ്ഡലങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കോഴിക്കോട് ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഏകദേശം 14 ഹാളുകളായിട്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. 7 ഹാളുകൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിനും 7 ഹാളുകൾ വടകര ലോക്സഭാ മണ്ഡലത്തിനും. എന്തായാലും ഈ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കളക്ടർ നൽകിയിരുന്നു. 6:30 തന്നെ ഈ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ബൂത്തിലെത്തണം. ഇതുമായി ബന്ധപ്പെട്ട അവരുടെ വാഹന സൗകര്യങ്ങളെല്ലാം സർക്കാർ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങൾ മലബാറിലുണ്ട്. പ്രത്യേകിച്ച് വടകര പോലുള്ള മണ്ഡലങ്ങൾ ഏറ്റവും സംഘർഷ സാധ്യത എന്തായാലും സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ ക്യാമ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. 62 കമ്പനി അധിക പോലീസിനെയാണ് ഇത്തരത്തിൽ വടകര, കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പ്രത്യേകിച്ച് വടകരയിലെ വർഗീയ പ്രചാരണങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം കാര്യമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുമെന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് പൊതുവെ സമൂഹവും മറ്റ് പോലീസുമായി ബന്ധപ്പെട്ട അധികാരികളുള്ളത്. അതുകൊണ്ട് തന്നെ 7 മണി വരെയാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ. അതായത് പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദങ്ങൾ രാത്രി 7 മണി വരെ മാത്രമാക്കി നിജപ്പെടുത്തുകയും ഈ കേന്ദ്ര സർക്കാരിന്, അതായത് ഈ കേന്ദ്രത്തിലെ വിജയിക്കുന്ന മുന്നണിയുടെ ആഘോഷങ്ങൾ അടുത്ത ദിവസത്തേക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ കർശനമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ മലബാറിൽ ഊന്നുന്നത്. പ്രത്യേകിച്ച് വടകര അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആ തലത്തിൽ ഒരു സംഘർഷങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ബോംബ് ഏറുമായി ബന്ധപ്പെട്ട് 2-3 വിഷയങ്ങളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് RMP നേതാവിൻ്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന ഒരു വിഷയമടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സംഘർഷാതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും കൃത്യമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളിലും ശക്തമായി തന്നെ നടക്കുകയാണ് ലക്ഷ്മിയോടെ.